നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയൊരു വർഷം പുലർന്നിരിക്കുകയാണ്. 2024 ലോകം സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുതുവത്സര ആശംസകൾ നേർന്നിരിക്കുകയാണ്. അവരുടെ ആശംസ സന്ദേശം നോക്കാം. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ പുതുവത്സര ആശംസ നേർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: കേരളത്തിന്റെ പുരോഗതിയും ക്ഷേമൈശ്വര്യങ്ങളും ലക്ഷ്യമാക്കുന്ന ആശയങ്ങളിലും പ്രവർത്തനത്തിലുമുള്ള നമ്മുടെ ഒത്തൊരുമയെ ദൃഢപ്പെടുത്തി എല്ലാവർക്കും സന്തോഷവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന വർഷമാകട്ടെ 2024 എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു ഗവർണറുടെ പുതുവത്സര സന്ദേശം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതുവത്സരാശംസ ഇങ്ങനെ: പുതുവർഷത്തെ വരവേൽക്കുകയാണ് ലോകം. സമാധാനവും സന്തോഷവും സമത്വവും പുലരുന്ന ഒരു നല്ല നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്ക് ഈ ആഘോഷവേളയിൽ പങ്കുവയ്ക്കാം. വിഭാഗീയത പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും പ്രതിലോമ ശക്തികൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഉന്നതമായ മാനവികതയിലൂന്നിയ ഐക്യബോധത്തോടെ ഈ കുൽസിത ശ്രമങ്ങളെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള മുന്നേറ്റങ്ങളിൽ അണിനിരന്ന് മാത്രമേ വിദ്വേഷ പ്രചരണങ്ങളെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. പുതുവർഷത്തെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ സൗഹാർദ്ദത്തിന്റെയും മതനിരപേക്ഷതയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൈത്രിയുടെയും വിളംബരങ്ങളായി മാറട്ടെ. കരുതലോടെ നമുക്ക് ആഘോഷങ്ങളിൽ പങ്കുചേരാം. എല്ലാവർക്കും നവവത്സര ആശംസകൾ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പുതുവത്സര സന്ദേശം. പ്രതിപക്ഷ നേതാവും പുതുവത്സര ആശംസകൾ നേർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും പുതുവർഷത്തിൽ കരുത്തും ആത്മവിശ്വാസവും പിൻബലവുമാകണം. അന്ധകാരം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അറിവിന്റെയും സ്നേഹത്തിന്റെയും വെളിച്ചം കടന്നു വരണം. നമുക്ക് മുൻപേ നടന്നുപോയവർ പ്രകാശഗോപുരമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ വെളിച്ചത്തിൽ നമുക്ക് അന്ധകാരത്തെ മറികടക്കാം. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് എല്ലാവരും പുതുവർഷത്തിലേക്ക് കടക്കുന്നത്. സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും ഏത് പ്രതിസന്ധിയും അതിജീവിക്കാമെന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ കഴിയുന്ന ഒരു നല്ല കാലമായിരിക്കും 2024 എന്ന് പ്രത്യാശിക്കുന്നു. ഏവർക്കും പുതുവത്സര ആശംസകൾ. പ്രതിപക്ഷ നേതാവിന്റെ പുതുവത്സര സന്ദേശം ഇങ്ങനെയായിരുന്നു: പുതുവർഷ പുലരിയിലേക്ക് കടന്നിരിക്കുകയാണ് നാം. പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ തീരുമാനങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി 2024 യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തിലെ എല്ലാ ആകുലതകളും സങ്കടങ്ങളും പാളിച്ചകളും വിഷമ സാഹചര്യങ്ങളും പരാജയങ്ങളും കണ്ണുനീരും മറന്ന് അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് കഴിഞ്ഞ വർഷത്തിലെ സന്തോഷങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും കൂടെ കൂട്ടി നല്ലൊരു വർഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പുതുവർഷ പുലരിയിലേക്ക് കടന്നിരിക്കുന്നത്. പുതുവർഷത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നേരിട്ട് സന്തോഷത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോകുക. 2024 ഇനിയുള്ള എല്ലാ ദിവസങ്ങളും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഓരോ സമയം കടന്നു പോകാനും മറ്റൊരു സമയം വരാനും ഓരോ കാരണമുണ്ട്. വർഷങ്ങളും അതുപോലെ തന്നെയാണ്. ഓരോ വർഷവും മറ്റൊരു വർഷത്തിന് വഴിമാറുന്നത് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്. 2023 നിന്നും 2024 എത്തുമ്പോൾ ജീവിതത്തിൽ നല്ല നല്ല മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ എന്നും സന്തോഷവും നന്മയും ഉണ്ടാകട്ടെ. ഈ 2024 നിങ്ങൾക്ക് ഏറ്റവും നല്ല വർഷമായി മാറട്ടെ. ആശംസകൾ. ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.